പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം. ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട 3 ദിക്റുകൾ, മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയ 3 ദിക്റുകൾ. ഈ ഒരു മാസത്തിൻ്റെയും ദിവസങ്ങളുടെയൊക്കെ പ്രത്യേകത എത്രയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതാണ് ആ ദിക്റ് എന്ന് കേട്ടു നോക്കാം. അതോടൊപ്പം തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ട മാസവും ദിവസങ്ങളുമാണ്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ പ്രത്യേകമായി ചെയ്യേണ്ട ചില അമലുകളും നമുക്കൊന്ന് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ ഒരു മഹത്തായ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഇല്ലേ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു മാസമാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, വൽ ഫജിരി വലയാലിൻ അശ്ർ, 10 രാത്രികളെ പിടിച്ച് വിശുദ്ധ ഖുർആൻ സത്യം ചെയ്യുന്നുണ്ട്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അധികവും വിശദീകരിച്ചത് ആ 10 രാത്രികൾ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ, നമ്മുടെ ഈ ഉൾക്കൊള്ളുന്ന മാസത്തിന്റെ ആദ്യത്തെ 10 രാത്രികളാണ് എന്ന്, ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. പാഴാക്കി കളയാതിരിക്കുക. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ചൊല്ലേണ്ട ചില ദിക്റുകളെ മുത്തുനബി തങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും മദ്ഹുകളും അതുപോലെ തന്നെ നമ്മുടെ അഅ്മാലുകളും ഒക്കെ നബി തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ദിവസം മുതൽ നമ്മൾ ചൊല്ലേണ്ട, പ്രത്യേകമായി പരിഗണിച്ച് ചൊല്ലേണ്ട, നമുക്കൊക്കെ അറിയാവുന്ന ചില ദിക്റുകളെ പ്രത്യേകമായി നബി തങ്ങൾ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇന്നത് ചെയ്യണമെന്ന്, ഇന്ന ദിക്റുകൾ അധികരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദിക്റുകളാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. നമുക്കൊക്കെ അറിയുന്ന ദിക്റുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ മാസങ്ങളിൽ, ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ചില പ്രത്യേക അമലുകളുണ്ട്. പ്രത്യേക ഖുർആന്റെ സൂറത്തുകൾ, ഇതൊക്കെ ഹദീസുകളും മഹാന്മാരുടെ ജീവിത രീതികളൊക്കെ നോക്കിയാൽ അവരുടെ ജീവിത ശൈലികളിലൊക്കെ ഈ ഒരു അധ്യാപനം നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്യലാണ്. സൂറത്തുൽ ഹജ്ജ് എന്ന് പറഞ്ഞൊരു സൂറത്ത് തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. നമുക്കറിയാം, ഇത് ഹജ്ജിന്റെ മാസമാണല്ലോ. അപ്പോൾ ഹജ്ജ് സൂറത്ത് നിരന്തരം ഈ ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ ഉടനെ തന്നെ അവർക്ക് ഹജ്ജിനെത്താനുള്ള അവസരം, അതായത് വിശുദ്ധ കഅബാലയത്തിനരികിൽ വിശുദ്ധമായ മക്കയിൽ മദീനയിലൊക്കെ എത്താനുള്ള അവസരം അള്ളാഹു നൽകുന്നതാണ്. നോക്കുമെങ്കിൽ ഹജ്ജ് സൂറത്ത് ഒരൽപ്പം വലിയ സൂറത്താണ്. ഒരു 1/2 ജുസോളം ഏകദേശം സൂറത്തിന്റെ വലിപ്പമുണ്ട്. ഏകദേശം ഒരു 10 പേജോളം ഉണ്ടാവും. അത് ഓതാൻ ശീലിച്ച ആളുകൾ നിരന്തരം ഓതി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റും. 10 മിനിറ്റ് ആവശ്യം വരുള്ളൂ. എന്നാൽ ഈ ഒരു സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുന്നവരാണ് എങ്കിൽ അവർക്ക് പരിശുദ്ധമായ ഹജ്ജിന് അടുത്തടുത്ത മാസങ്ങളിൽ തന്നെ അവർക്ക് എത്താൻ കഴിയുന്നതാണ് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അപ്പോൾ പരിശുദ്ധമായ സൂറത്തുൽ ഹജ്ജ് എന്ത് ചെയ്യുക, പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഒരു ദിവസം കൊണ്ട് മുഴുവൻ ഓതി തീർക്കാൻ കഴിഞ്ഞില്ല, നമുക്ക് പതിയെ ഓതാൻ അറിയുള്ളൂ, അങ്ങനെയുള്ളവർ സങ്കടപ്പെടേണ്ടതില്ല. അവരെ കൊണ്ട് കഴിയുന്നത് പോലെ കഴിയുന്നത്ര ഓതി തീർക്കാം. ഇന്നിപ്പോൾ 1 പേജ് ഓതാൻ പറ്റുള്ളൂ, എന്നാൽ ആ 1 പേജ് ഓതുക. അതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ദിവസം അതിൻ്റെ ബാക്കി 1 പേജ് ഓതുക. അങ്ങനെ എന്ത് ചെയ്യുക, അവർക്ക് തുടർച്ചയായി ഹജ്ജ് സൂറത്തിലായിട്ട് അവരെന്ത് ചെയ്യുക, എല്ലാ ദിവസവും അതുമായിട്ടൊരു കണക്ഷൻ, എല്ലാ ദിവസവും എന്ത് ചെയ്യുക, പറ്റുന്നത്ര ഹജ്ജ് സൂറത്തിൽ നിന്ന് ഓതുക. മാക്സിമം ആ സൂറത്ത് മുഴുവനായി ഓതാൻ ശ്രമിക്കുക. ഇനി അങ്ങനെ പറ്റാത്ത ആളുകൾ, ഓതാൻ സ്പീഡിൽ ഓതി തീർക്കാൻ ശീലമില്ലാത്ത ആളുകൾ, അവർക്ക് എന്ത് ചെയ്യുക, പതിയെ ഓരോ പേജോ അല്ലെങ്കിൽ 1/2 പേജ് എത്രയാണ് അവർക്ക് കൊണ്ട് കഴിയുന്നത്, 2 പേജ് വെച്ച് ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓതുക. ഇപ്പോൾ ഒരു 5 ദിവസം കൊണ്ട് എന്ത് ചെയ്യും, ആ സൂറത്ത് തീർന്നു കിട്ടും. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ പേജ് വെച്ച് ഓതുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് ആ സൂറത്ത് തീരും. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യുക, പറ്റുന്നത് പോലെ ഓതി ആ സൂറത്ത് പൂർത്തിയാക്കാം. വലിയ മഹത്വമുള്ളൊരു സൂറത്ത് കൂടിയാണ് സൂറത്തുൽ ഹജ്ജ്. അതോടൊപ്പം തന്നെ സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് എങ്കിൽ അവർ നിരന്തരം സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്യാം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സാന്ത്വനം നൽകിയ ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. വലിയ ആശ്വാസം പകർന്ന ഒരു സൂറത്താണ്. അതുകൊണ്ട് തന്നെ ആ സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു വലിയ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നൽകും. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോൾ ഈ 2 സൂറത്തുകൾ നിരന്തരം പാരായണം ചെയ്യാം. അതോടൊപ്പം ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൻ നബ. നമുക്കറിയാം, 30ാമത്തെ ജുസ് തുടങ്ങുന്നത് സൂറത്തുൻ നബയിലാണ്. അമ്മ യതസഅലൂൻ അനിൻ നബഇൽ അദീം എന്ന് തുടങ്ങുന്ന സൂറത്ത്. സൂറത്തുൻ നബ നിരന്തരമായി 1 വർഷം കണ്ടിന്യൂ ആയിട്ട് ഓതുകയാണെങ്കിൽ തൊട്ടടുത്ത വർഷം അയാൾ ഹജ്ജിനെത്തിയിരിക്കുന്ന, മനസ്സിലായോ. അപ്പോൾ ഇന്ന് തുടങ്ങി അടുത്ത വർഷം ഈ ദിവസം വരെ കണ്ടിന്യൂ ആയി എല്ലാ ദിവസവും മുടങ്ങാതെ സൂറത്തുൽ നബ പാരായണം ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷത്തെ ഹജ്ജിന് ആ മനുഷ്യൻ എവിടെ എത്തും, പരിശുദ്ധമായ മക്കയിലെത്തും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കും. ഈ അടുത്ത് നടന്ന ഒരു സംഭവം നമ്മളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടവരാണ് ഇല്ലേ. ഫ്ലൈറ്റിൽ കയറിയ ഒരു ഹാജി, അദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ കയറാൻ കഴിയാതെ, ഇമിഗ്രേഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ എയർപോർട്ടിൽ കുടുങ്ങി. എന്നാൽ അദ്ദേഹം സഞ്ചരിക്കേണ്ടിയിരുന്ന ഫ്ലൈറ്റ് പുറപ്പെട്ടു
പാതി വഴിയിൽ തിരിച്ചു വന്നു എൻജിൻ തകരാറായിട്ട്. അത് ശരിയാക്കി രണ്ടാമതും പുറപ്പെട്ടു. വീണ്ടും എന്ത് ചെയ്തു? തിരിച്ചു മടങ്ങി വന്നു എൻജിൻ തകരാറായിട്ട്. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? ഈ ഫ്ലൈറ്റിൽ കയറാനുള്ള ഈ മനുഷ്യനെ ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷമാണ് ഫ്ലൈറ്റ് കൃത്യമായി എന്ത് ചെയ്തത്? മക്കയിൽ ലാൻഡ് ചെയ്തത്. നോക്കുങ്ങൾ, അള്ളാഹു എത്താൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ വേണ്ട എന്ന് പറഞ്ഞാലും അവിടെ എത്തിയിരിക്കും. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും എത്രയും പെട്ടെന്ന് ആ ഭൂമിയിലെത്താനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇനി ഈ മാസങ്ങളിൽ, ഈ ദിവസങ്ങളിൽ ഒരുപാട് അധികരിപ്പിക്കണമെന്ന് പറഞ്ഞ് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയ ചില ദിക്റുകൾ പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഈ 10 ദിവസങ്ങൾ, ഇന്നു മുതൽ തുടങ്ങുന്ന ഈ 10 ദിവസങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രിയങ്കരമായതും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹബത്തുള്ളതുമായ ഒരു അമലുമില്ല എന്തിനേക്കാൾ മിന തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദി. തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനേക്കാൾ, അതുപോലെ തന്നെ വത്തക്ബീരി അല്ലാഹു അക്ബർ എന്ന ദിക്റിനേക്കാൾ, വത്തഹ്മീദി അൽഹംദുലില്ലാ എന്ന ദിക്റിനേക്കാൾ. നമുക്കറിയുന്ന ദിക്റല്ലേ. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ, ഈ 3 ദിക്റുകൾ. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞ ഫഅക്സിറൂ ഫീഹിന്ന മിന തഹ്ലീൽ, നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ദിവസങ്ങളിൽ തഹ്ലീലുകൾ ഒരുപാട് അധികരിപ്പിക്കണം. എത്ര ചെല്ലാൻ പറ്റുമോ അത്രയും ചെല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്രയാണോ ചെല്ലാൻ പറ്റുന്നത് അത്ര എണ്ണം നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ തക്ബീറുകൾ നിങ്ങൾക്ക് എത്രയാണോ ചെല്ലാൻ പറ്റുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇങ്ങനെ അധികരിപ്പിക്കുക, നിരന്തരം അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് ഈ 10 ദിവസങ്ങൾ ഒരിക്കലും പാഴായിക്കളയായിരിക്കാം. ഇൻഷാ അല്ലാഹ് നബി തങ്ങൾ പരിചയപ്പെടുത്താണ് ഈ ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കണം. വത്തഹ്മീദി അൽഹംദുലില്ലാഹി നിങ്ങൾ എന്ത് ചെയ്യണം? അധികരിപ്പിക്കണം. ഇത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയാണ്. മുത്തബിഉ സുന്നയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ. നബി തങ്ങൾ എന്താണോ ചെയ്തത് അത് അപ്പടി ചെയ്യാൻ ശ്രമിച്ചിരുന്ന മഹാനാണ്. നബി തങ്ങൾ എന്താണോ ചെയ്തത് അവിടുന്ന് തുമ്മിയ സ്ഥലത്ത് തുമ്മണം, അവിടുന്ന് എന്ത് ചെയ്യുക, കണ്ണ് ചിമ്മിയ സ്ഥലത്ത് കണ്ണ് ചിമ്മണം. ഇങ്ങനെ നിയ്യത്ത് വെച്ച് നടന്ന ഒരു മനുഷ്യനാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ അല്ലേ. അപ്പം അത്രത്തോളം നബിതങ്ങളെ പിൻപറ്റിയിരുന്ന മഹാനവറുകൾ പറഞ്ഞു തരിക. നബിതങ്ങൾ പറയുകയാണ് എന്ത്? നിങ്ങൾ ഈ 10 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ തഹ്ലീൽ ചൊല്ലണം, തക്ബീർ ചൊല്ലണം, അതുപോലെ തഹ്മീദ്, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അൽഹംദുലില്ലാ അധികരിപ്പിക്കണമെന്ന്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുകൾ നിരന്തരം പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തരുമാറാകട്ടെ. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് നമ്മളെയൊക്കെ അല്ലാഹു എത്തിച്ചു തരുമാറാകട്ടെ. ആ പുണ്യഭൂമി കണ്ടിട്ടല്ലാതെ അല്ലാഹു നമ്മുടെ റൂഹ് പിടിക്കാതിരിക്കുമാറാകട്ടെ. ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക്, അഅമാലുകൾക്ക് അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് അതിൻ്റെ ശ്രേഷ്ഠതകൾ കേൾക്കാം. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.